പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കുമല്ലോ ഞങ്ങൾക്ക്. അതായത് ചില കസ്റ്റമേഴ്സ് കേക്കിൻ്റെ ഓർഡർ വരാനായിട്ട് വിളിക്കുമ്പോൾ ഡേറ്റ്, ടൈം, ഫ്ലേവർ ഈ 3 കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്തിട്ട് അവർ ഓർഡർ തരും. പിന്നെ വെയിറ്റും കൂടി പറയും കേട്ടോ. എന്നിട്ട് ഒരു കേക്ക് അങ്ങ് ചെയ്ത് തന്നേക്കണം എന്ന് പറയും. അതാകുമ്പോൾ ഞങ്ങൾക്കൊരു സത്യം പറഞ്ഞ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജാണ്. അതായത് അവർക്ക് ഏത് രീതിയിൽ ചെയ്ത് കൊടുത്താലായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത്. പക്ഷെ എന്നാലും ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചില കസ്റ്റമേഴ്സ് പറയും ഡേറ്റും ടൈമും ഫ്ലേവറും ഒക്കെ ചൂസ് ചെയ്തിട്ട് ഡിസൈൻ അവരായിട്ട് തന്നെ സെൻഡ് ചെയ്ത് തരും. അതായത് അവരുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതായത് അവരുടെ മക്കളുടെ ഇല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ ഇല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അതൊക്കെ ആഘോഷിക്കുമ്പോൾ ആ കേക്ക് എങ്ങനെയായിരിക്കണം കാണാൻ എന്നുള്ളത് അവരുടെ മനസ്സിൽ ക്ലിയർ കട്ട് പിക്ചർ ഉണ്ടാകുമല്ലേ. അപ്പോൾ അതേപോലെ ഒരു കേക്കിന്റെ ഓർഡർ ആണ് കേട്ടോ ഇന്നത്തെ കേക്കിന്റെ ഓർഡർ എന്നത് സ്മിത ഡോക്ടറാണ്. ആളുടെ മകൻ JEE എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തീമിൽ കുറച്ച് ഒരു 2-3 കേക്കിന്റെ പിക്ചേഴ്സ് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 പിക്ചേഴ്സിന്റെയും ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ആള് പറഞ്ഞത്. അപ്പോൾ ആ ഒരു മോഡലിലാണ് ഇന്ന് ചെയ്യുന്നത്. കേക്കിന്റെ വെയിറ്റ് വരുന്നത് 1 kg ആണ്. ഫ്ലേവർ ചൂസ് ചെയ്തത് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ആണ് കേട്ടോ. പിന്നെ ഔട്ടർ ഡിസൈൻ ഇതേപോലത്തെ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ സെൻഡ് ചെയ്തത്. അപ്പോൾ സെയിം മോഡൽ ഫ്ലോറൽ ഡിസൈനിൽ പിന്നെ അതേപോലെ തന്നെ അതിന്റെ ടോപ്പിൽ കുറച്ച് റൈറ്റിംഗ്സ് ഒക്കെ ഫോണ്ടനിൽ എഴുതി വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഐറ്റംസും ഒരു മോഡൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ സിമിലർ വേർഡിങ്സ് ഒക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 3 ബുക്സ്, ആ ബുക്സിന്റെ സബ്ജക്റ്റും കൂടി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റിന്റെ നെയിമും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു JEE എന്ന് പറഞ്ഞിട്ട് അതും കൂടി എഴുതി വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടല്ലോ ഈ ഒരു ഗ്രീൻ ബുക്ക് വെച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ വെച്ച് കഴിഞ്ഞപ്പോഴേ ഞാനൊരു മണ്ടത്തരം ചെയ്തല്ലോ എന്ന് വിചാരിച്ചു. അതായത് ആ ഒരു നെയിം ഹാപ്പി ബർത്ത്ഡേ പ്രണവ് എന്ന് എഴുതിയത് അവിടെ കാണുന്നില്ല ആ ബുക്കിന്റെ കാരണം. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം എടുക്കണോ അതോ വേണ്ടയോ എന്നുള്ളത്. കാരണം കസ്റ്റമർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ തന്നെ ഫോൾട്ട് കാരണമാണ് കേട്ടോ. കാരണം കസ്റ്റമർ എൻ്റെ അടുത്ത് 10:30 കേക്ക് റെഡിയാക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ 10:45 ആയിട്ടോ. ആള് ഷാർപ്പ് 10:30 തന്നെ കേക്ക് പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വർക്ക് കഴിയുന്നേ ഉണ്ടായുള്ളൂ. പക്ഷെ എന്നാലും കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ്. ആള് പറയുകയും ചെയ്തു കേട്ടോ, വീണ കുറച്ചൊന്ന് ഡിലേ ആക്കിയത് കൊണ്ട് ഈ കേക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്ന് കാണാനെങ്കിലും പറ്റിയല്ലോ എന്നുള്ളത്. അത് കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസം. പക്ഷെ എന്നാലും ആളെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ, അയ്യോ അത് ഒട്ടും പറ്റാത്ത കാര്യമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടായിരിക്കാം കേട്ടോ. പക്ഷെ എന്നാലും എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ്, പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്